പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് പ്രധാനമന്ത്രിയുടെ മറുപടി ഇല്ലാതെ നയപ്രഖ്യാപന പ്രസംഗത്തിനുള്ള നന്ദി പ്രമേയം ലോക്സഭ പാസാക്കി. രാഹുൽ ഗാന്ധിയെ പ്രസംഗിക്കാൻ അനുവദിക്കുന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടി രാജ്യസഭയിലും പ്രതിപക്ഷം പ്രതിഷേധിച്ചു. ഭരണ പ്രതിപക്ഷ നേതാക്കൾ തമ്മിലുള്ള കടുത്ത വാക്പോരിനാണ് ഇന്ന് രാജ്യസഭ വേദിയായത്. രാജ്യസഭയിൽ വൈകിട്ട് 5 മണിക്ക് പ്രധാനമന്ത്രി സംസാരിക്കും. ഇന്ത്യ US വ്യാപാര കരാറും ലോക്സഭയിൽ രാഹുൽ ഗാന്ധിക്ക് സംസാരിക്കാൻ അവസരം നിഷേധിച്ചതും പാർലമെന്റിന്റെ ഇരുസഭകളെയും ഇന്നും പ്രക്ഷുബ്ധമാക്കി. രാവിലെ സമ്മേളിച്ച ലോക്സഭ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് 63 സെക്കൻഡ് മാത്രമാണ് പ്രവർത്തിക്കാനായത്. 12 മണിക്ക് വീണ്ടും സമ്മേളിച്ച ലോക്സഭയിൽ പ്രധാനമന്ത്രിയുടെ പ്രസംഗം ഒഴിവാക്കി നന്ദി പ്രമേയം ശബ്ദ വോട്ടിനിട്ട് പാസാക്കി. പ്രധാനമന്ത്രിക്കെതിരായ ബാനറുകളുമായി പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങിയതോടെ ലോക്സഭ 2 മണിവരെ പിരിഞ്ഞു. രാജ്യസഭയിൽ പ്രതിപക്ഷ നേതാവ് മല്ലികാർജുൻ ഖാർഗെ ലോക്സഭയിൽ രാഹുൽ ഗാന്ധിക്ക് സംസാരിക്കാൻ അവസരം നിഷേധിച്ചത് ഉന്നയിച്ചു. മറുപടിയായി എത്തിയ സഭാ നേതാവ് JP നദ്ദ രാഹുലിനെ ബാലൻ എന്ന് വിശേഷിപ്പിച്ചത് പ്രതിപക്ഷത്തെ പ്രകോപിപ്പിച്ചു. ഭരണപക്ഷം മോദിയുടെ കരാർ തൊഴിലാളികളെന്നും ആൾക്കൂട്ടമർദ്ദനത്തെയും ബലാത്സംഗത്തെയും പിന്തുണയ്ക്കുന്നുവരെന്നും ഖാർഗെ किसी को गालियां देती है, आपके जैसा कोई रेप करता है तो उसको समर्थन करता है. മറുപടിയുമായി എഴുന്നേറ്റ ധനമന്ത്രി നിർമ്മല സീതാരാമൻ കേരളത്തിൽ കോൺഗ്രസ് ഭരണകാലത്ത് പ്രൊഫസർ TJ ജോസഫിന്റെ കൈവെട്ടിയ സംഭവമടക്കം ആയുധമാക്കി കോൺഗ്രസിനെ ആക്രമിച്ചു. In Kerala, during Congress rule, the hands of a teacher, Father Joseph, was chopped off. What action did Congress party take in Kerala? തുടർന്ന് പ്രതിപക്ഷം രാജ്യസഭയിൽ നിന്നും ഇറങ്ങിപ്പോയി. വൈകിട്ട് 5 മണിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യസഭയിൽ സംസാരിക്കും. 24 ഡൽഹി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.